നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും അകലുന്നു. തെരഞ്ഞെടുപ്പുകളിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിലെ പരമപ്രധാനമായ ഘടകമാണ് തെരഞ്ഞെടുപ്പുകൾ. രാജ്യവും സംസ്ഥാനങ്ങളും പ്രാദേശിക ഭരണ സംവിധാനങ്ങളും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ നടക്കുന്നതാണ് വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സ്വതന്ത്രരും എല്ലാം മത്സര രംഗത്ത് കടന്നു വരാറുമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ വലിയ വീറും വാശിയും ജനങ്ങൾ കാണിക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പുറത്തു വന്നു കഴിയുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഉയർന്നു വരുന്ന സംശയങ്ങളും ആശങ്കകളും ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസം കുറയുന്നതിന് കാരണമാകുന്നു എന്നത് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ 5 ലക്ഷത്തിലധികം വോട്ടുകളാണ് ഭൂരിപക്ഷ കണക്ക് പ്രകാരം പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കിലാണ് പോളിംഗ് നടന്നതിനേക്കാൾ 5 ലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണിയതായി കണക്ക് പുറത്തു വന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഓരോ തെരഞ്ഞെടുപ്പുകളും കഴിയുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക സംവിധാനങ്ങൾ ലഭ്യമായതിനെ തുടർന്നാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ഇലക്ഷൻ കമ്മീഷൻ വോട്ടിംഗ് യന്ത്രങ്ങൾ വഴി നടപ്പിൽ വരുത്തുന്ന സംവിധാനത്തിലേക്ക് എത്തിയത്. യന്ത്രങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള പരാതികളും ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചില പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിംഗ് സമ്പ്രദായം പഴയതുപോലെ ബാലറ്റ് പേപ്പറിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കാര്യത്തിൽ വിശദമായ പഠനവും പരിശോധനയും നടത്തുവാൻ അധികൃതർ തയ്യാറാകണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ആവർത്തിക്കപ്പെടുന്ന പരാതികൾ ജനങ്ങളിൽ മടുപ്പുണ്ടാക്കുകയും വോട്ടെടുപ്പിൽ നിന്നും അകന്നു മാറുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. തെരഞ്ഞെടുപ്പിലെ വോട്ട് ചെയ്യൽ സമ്പ്രദായത്തിൽ മാത്രമല്ല, മറ്റു ചില പ്രാധാന്യമുള്ള ഘടകങ്ങളിലും അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റങ്ങൾ വരുത്തുന്നതിന് തയ്യാറാകണം. ഏത് വോട്ടെടുപ്പിന്റെയും പ്രാഥമികമായ ഒരുക്കം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പുതുക്കലാണ്. പ്രായപൂർത്തിയിലേക്ക് കടന്നു വന്ന പുതിയ ആൾക്കാരുടെ വോട്ടുകൾ ചേർക്കുകയും മരണപ്പെട്ടവരുടെയും താമസം മാറിയവരുടെയും വോട്ടുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യണം. ഇത്തരം പ്രവർത്തനങ്ങൾ യാന്ത്രികമായി നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. മരണമടയുന്നവരുടെയും സ്ഥലം മാറിപ്പോകുന്നവരുടെയും വോട്ടുകൾ നിലവിലെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിന് കൃത്യമായ സംവിധാനമില്ല. അതുപോലെ തന്നെ മരണമടയുന്ന ആൾക്കാരുടെ വോട്ടുകൾ ഒഴിവാക്കുന്നതിനും കൃത്യമായ ഒരു പ്രവർത്തനം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഇപ്പോഴത്തെ പുതിയ ഓൺലൈൻ സംവിധാനങ്ങൾ വോട്ടർ പട്ടികയുടെ കാര്യത്തിലും ബന്ധപ്പെടുത്തിയാൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ കൃത്യതയോടെ നടത്തുവാൻ കഴിയും. സാധാരണഗതിയിൽ ജനനവും മരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആധികാരികമായി രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ മരണങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കപ്പെടുന്ന സംവിധാനം ഓൺലൈൻ വഴി ഏർപ്പെടുത്തുവാനും കഴിയുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ജനന രജിസ്ട്രേഷൻ നടപടികളുടെ കാര്യത്തിലും ചെയ്യുവാൻ കഴിയുക. ഒരാൾ ജനിച്ചതായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അയാൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതിനും വോട്ടർ പട്ടികയിൽ പേര് വരുന്നതിനും സംവിധാനം ഒരുക്കാൻ കഴിയണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതിയല്ല സമൂഹത്തിലുള്ളത്. കേരളത്തിൽ നിന്നും 1.25 കോടിയോളം ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ജോലിയുമായി കഴിയുകയാണ്. ഇവർക്കൊന്നും പലപ്പോഴും വോട്ട് ചെയ്യുവാൻ അവസരം ലഭിക്കാറില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും നാട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുവാൻ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവരെ വോട്ടിങ്ങിൽ നിന്നും അകറ്റുന്നത്. ഇന്ത്യൻ പൗരനായി അംഗീകരിക്കപ്പെട്ടവരും 18 വയസ്സ് തികഞ്ഞവരുമായ എവിടെയുമുള്ള ആൾക്കാർക്ക് ഓൺലൈനായി വോട്ട് ചെയ്യുന്നതിന് ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. IT രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഓൺലൈനായി ഒരാൾക്ക് കൃത്യതയോടെ വോട്ട് ചെയ്യുവാനും അതിന്റെ രസീത് അയാൾക്ക് കൈമാറുവാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ പുതിയ സംവിധാനത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വേണ്ട ആലോചനകളും ഒരുക്കങ്ങളും നടത്തേണ്ടത്. ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും 1000 വോട്ടർമാരുള്ള പട്ടികയിൽ 40% മരണപ്പെട്ടവരും സ്ഥലത്ത് ഇല്ലാത്തവരുമായി മാറുന്നുണ്ട് എന്നതാണ് വസ്തുത. 1000 വോട്ടർമാരിൽ 400ഓളം വോട്ടർമാർ പല കാരണങ്ങളാൽ സ്ഥലത്തില്ലാതെ വരുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നതായി കണക്കിൽ തെളിഞ്ഞു വരും. ഈ സ്ഥിതിയും ഒഴിവാക്കപ്പെടേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം വിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് പ്രവാസികൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഒരുക്കുക എന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തീരുമാനമെടുത്താൽ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളുടെ വോട്ടവകാശം കൂടി വിനിയോഗിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കപ്പെടും. നന്ദി.